ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചെറിയൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിൽ രാവിലെ കഴിക്കാൻ ദോശയും ചമ്മന്തിക്കറിയുമാണ് ഉണ്ടാക്കിയത്. പിന്നെ വീടൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി, എല്ലാം അലങ്കോലത്തിൽ കിടക്കുമായിരുന്നു, എല്ലാം ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഞാൻ ജോലിക്ക് പോയി, വീട്ടു ജോലിക്ക് പോവാണേ. അപ്പോൾ ഒരു മാസം ഞാൻ പോകാതിരിക്കുമായിരുന്നു, അമ്മായിയമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് പോകാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോകാതിരുന്നിട്ട് ഇന്ന് ഞാൻ പോയതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. എല്ലാം ഒരിതായിട്ട് വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി സൈഡും ഭിത്തിയും എല്ലാം ഉരച്ച് തേച്ച് കഴിയുന്ന നല്ല പണിയായിരുന്നു എനിക്ക്, നല്ല പണി. എല്ലാം വൃത്തിയാക്കി കിണറിൻ്റെ അവിടെ എല്ലാം പായൽ പിടിച്ച് പെരയ്ക്കകം എല്ലാം ഒരു ഇതായിട്ട് ഒരു മാസം ഞാൻ പോയില്ലല്ലോ. പിന്നെ അതെല്ലാം വൃത്തിയാക്കിയത് നല്ല ശരിക്കും പണിയായിരുന്നു. പിന്നെ അതിന് ശേഷം ചോറ് വെച്ചു. പിന്നെ രാവിലെ കഴിക്കാനെ കൊണ്ട് പൂരിയും മുട്ടക്കറിയുമായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തേക്ക് സാമ്പാറും വെച്ചു. നല്ല പണിയായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അതും എടുത്ത്. പിന്നെ ചമ്മന്തി പൊടിക്കണമായിരുന്നു, ചമ്മന്തി പൊടിച്ചു. പിന്നെ നാരങ്ങ അച്ചാറിട്ടു, ഇഞ്ചിക്കറി ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് 2:30-3 മണിയൊക്കെ ആയി അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പോൾ രാവിലെ ഇച്ചിരി ഏറെ പൂരി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ശനിയാഴ്ച പോയാൽ മതി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂരി ഏറെ ഉണ്ടാക്കി വെച്ച് 2-3 ദിവസത്തേക്കുള്ളതായിക്കോളും. അങ്ങനെ ഏറെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ പോരുന്നത്. വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായി വീടെല്ലാം. പിന്നെ ഞാൻ അതിന് ശേഷം പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞുള്ള കോലങ്ങളാണ് നല്ലതായിട്ട് ഇരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചൊക്കെയാണ് സൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയാൻ വരുന്നത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ നേരം വരുമ്പോഴത്തേക്കെല്ലാം മറന്നു പോകും. പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എന്തുവാ പറയണ്ടേ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അതാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാപ്പ് വരുന്ന സംസാരത്തിന്. ഇതൊക്കെ ഞാൻ പിന്നെ വൃത്തിയാക്കിയതാണ്. ആ സൈഡും ടൈലെല്ലാം ഞാൻ ഉരച്ച് കഴുകി ഇറക്കി, അടുക്കളയ്ക്കകവും കഴുകി ഇറക്കി, വെളിയിൽ വെച്ച കഞ്ഞിയൊക്കെ വെച്ചത്. പിന്നെ ബാക്കിയൊക്കെ പെരക്കകത്ത് വെച്ച് ഗ്യാസിൽ വെച്ച് ചെയ്തു. ചോറ് മാത്രം ഞാൻ വെളിയിൽ അടുപ്പിൽ വെച്ച്, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത്. ഒരു മാസം പോകാതിരുന്നതുകൊണ്ടാണ് ഇത്രയും പ്രയാസം, അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അമ്മയും കൊണ്ട് ആശുപത്രിയിൽ എത്ര നാളുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുക. ഈ കഴിഞ്ഞ ദിവസവും കൊണ്ടുപോയിട്ട് വന്നു. അങ്ങനെ എന്നും പോയും ഡോക്ടറെ കാണിച്ചൊക്കെ ഇരിക്കുക. അമ്മയ്ക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമാണ്, ബ്ലഡിൻ്റെ കൗണ്ട് കുറവാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഓടി നടക്കുക. പിന്നെ നാത്തൂന് 3 കുഞ്ഞുങ്ങളുമുണ്ട്, അവർക്കും സുഖമില്ല, പനിയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഇവർ 2 മക്കളാണ്, ആങ്ങളെയും പെങ്ങളും. പിന്നെ നമ്മളും പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല, പോയേ പറ്റുള്ളൂ. പിന്നെ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു. ചേട്ടൻ ഇച്ചിരി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് കറി വെച്ചു. മോളെനിക്കൊരു മൂക്കുത്തി വാങ്ങിച്ചു തന്നു. മൂക്കിൽ പഴയ ഒരു മൂക്കുത്തി, ഗ്യാരണ്ടിയുടെ മൂക്കുത്തിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ മോളെനിക്ക് നല്ലൊരു മൂക്കുത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കണ്ട് ഭയങ്കര സന്തോഷമായി. പക്ഷേ എൻ്റെ മൂക്കിലിട്ടപ്പം കാണാനൊന്നുമില്ല, അതേമാതിരി പതുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടനാണ്, ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പം, ആറന്മുള അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ചേട്ടനൊരു മാല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.